ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ഹൃദയപൂർവം ശുഭദിനം ആശംസിച്ച് ഇന്നത്തെ ശുഭചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. ഒന്നിനെയും വില കുറച്ച് കാണരുത്. എല്ലാവർക്കും അവരുടേതായ മഹത്വമുണ്ട്. ആരും ആരുടെയും മുമ്പിൽ ചെറുതല്ല, വലുതുമല്ല. എല്ലാവർക്കും സമത്വഭാവം ആവശ്യമാണ്. മഹാപണ്ഡിതൻ എന്ന് സ്വയം അഭിമാനിക്കുന്ന ഒരു ബ്രാഹ്മണ ഗുരുവിനെ കുറിച്ച് ഒരു കഥയുണ്ട്. തൻ്റെ മതത്തേക്കാൾ താഴ്ന്നവരെയും തന്നേക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞവരെയും അദ്ദേഹം മനസ്സുകൊണ്ട് പുച്ഛിച്ചിരുന്നു. സന്ദർഭം കിട്ടുമ്പോൾ അപഹാസ്യത്തോട് സംസാരിക്കുകയും ചെയ്യും. ഈ ജഗത്തിലുള്ള എന്തു കാര്യത്തെക്കുറിച്ചും അയാൾ പലപ്പോഴും വാചാലനാകും. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു തെങ്ങുകയറ്റ തൊഴിലാളി വന്നു. ആകാശത്തിന് കീഴിലുള്ള സർവത്തെക്കുറിച്ചും അറിവുള്ള ബ്രാഹ്മണ ഗുരു തൊഴിലാളിയോട് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ ഒരു പണ്ഡിതനായില്ല? പഠനത്തിന് അവസരം ലഭിച്ചപ്പോൾ ഭംഗിയായി പഠിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്കും എന്നെ പോലെ ഒരാളാകാമായിരുന്നല്ലോ. തെങ്ങുകയറ്റ തൊഴിലാളി പറഞ്ഞു, അങ്ങ് ലോകത്തിൽ ഏറ്റവും വലിയ വിഡ്ഢിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കേട്ട പണ്ഡിതൻ കോപിഷ്ഠനായി. ഉടൻ തെങ്ങുകയറ്റ തൊഴിലാളി ഒരു കയറെടുത്ത് പണ്ഡിതൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഹേ മഹാനെ, താങ്കൾക്ക് ഈ കയർ ഉപയോഗിച്ച് എനിക്ക് ഈ തെങ്ങിൽ കയറാൻ ഒരു ഉപകരണം ഉണ്ടാക്കി തരാമോ? എന്നാൽ തൻ്റെ കയ്യിൽ ഇരിക്കുന്ന കയറുകൊണ്ട് തനിക്ക് ഒരു ഉപകരണവും ഉണ്ടാക്കാൻ അറിയില്ല എന്ന് അദ്ദേഹം സമ്മതിച്ചു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ ഒരു പാമ്പ് ഇഴഞ്ഞ് അവർക്കിടയിലൂടെ വന്നു. അത് കണ്ട മാത്രയിൽ ബ്രാഹ്മണൻ നിലവിളിച്ച് അവിടെ നിന്ന് ഓടി. എന്നാൽ ആ തൊഴിലാളി ഒരു വടിയെടുത്ത് ആ പാമ്പിനെ തല്ലിക്കൊന്നു. അത്ഭുതത്തോടെ ആ ബ്രാഹ്മണൻ അത് നോക്കി നിന്നു. ബുദ്ധിയോ പാണ്ഡിത്യമോ ഇല്ലെന്ന് പണ്ഡിതനായ ബ്രാഹ്മണൻ വിധി എഴുതിയ ആ തൊഴിലാളിക്ക് തന്നേക്കാൾ തൻ്റെ തൊഴിലിൽ അറിവുണ്ടെന്നും തന്നെ ഉപദ്രവിക്കുവാൻ വന്ന ക്ഷുദ്രജീവിയിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ അറിയാം എന്നതും ബ്രാഹ്മണൻ തിരിച്ചറിഞ്ഞു. വാസ്തവത്തിൽ ഒരു മനുഷ്യൻ്റെ കൈവിരലുകൾക്ക് അതിൻ്റേതായ പ്രാധാന്യം ഈശ്വരൻ നൽകിയിട്ടുണ്ട്. ദൈവസൃഷ്ടിയായ സർവ മനുഷ്യരിലും ദൈവമഹത്വമുണ്ട്. ആയതിനാൽ ആരെയും അകഴ്ത്തി കാണാൻ, അകഴ്ത്തി സംസാരിക്കാൻ ഇടവരരുത്. വിശുദ്ധ പൗലോസ് സൂചിപ്പിക്കുന്ന ഒരു വചനം ഒന്ന് ശ്രദ്ധിക്കുക. നീ മറ്റുള്ളവരെ നിന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളണം. മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുള്ളതുപോലെ സകല മനുഷ്യരും പ്രാധാന്യമുള്ളവരാണ്. നമ്മുടെ നോട്ടം, സംസാരം, വിലയിരുത്തൽ, ചിന്താഗതി ഇവയൊന്നും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുന്നത് ആകരുത്. ബ്രിട്ടീഷുകാരൻ്റെ ചവിട്ടേറ്റ് പല്ല് തകർന്ന ഗാന്ധിജിക്ക് തന്നെ ചവിട്ടിയ ആളിനോട് യാതൊരു പിണക്കവും പിന്നീട് ഉണ്ടായില്ല. അയാൾ തൻ്റെ സഹോദരനാണെന്നും ആ സന്ദർഭത്തെ ദേഷ്യം മൂലം അദ്ദേഹം അങ്ങനെ ചെയ്തതാണെന്നും ബ്രിട്ടീഷുകാരൻ്റെ ഹീനപ്രവൃത്തിയെ ഗാന്ധി ന്യായീകരിച്ചു. മറ്റുള്ളവരെ മാനിക്കുവാനും ആദരിക്കുവാനും സ്നേഹത്തോട് അവരോട് പെരുമാറാനും മനസ്സുള്ള ഒരാൾക്കു മാത്രമേ ഇത്തരത്തിൽ സംസാരിക്കാൻ കഴിയൂ. നമുക്കരികിൽ നിൽക്കുന്നവൻ നമ്മേക്കാൾ ശ്രേഷ്ഠനാണെന്ന് നാം വിചാരിച്ചാൽ അതിൽ പരം ഒരു മഹത്വം നമുക്ക് മറ്റെന്തുണ്ട്? ഏവർക്കും ശുഭദിനം. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി.